വിശപ്പില്ലായ്മ നിങ്ങൾക്കൊരു പ്രശ്നമാണോ? അതെ അതെ, എനിക്ക് ശക്തി കുറച്ച് കൂടുതലാണ്. മതി മതി. നമ്മള് അവര് പറയുന്നത് മാത്രമേ കുടിക്കാവൂ, കൂടുതൽ കുടിക്കരുത്. ചായ ക്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് പക്ഷെ പഞ്ചസാര. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ബ്ലോഗ്സിന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ലോഗും ആയിട്ടാണ്. ഈവനിങ് പ്ലസ് നൈറ്റ് വ്ലോഗ് ആയിരിക്കും. അപ്പം ഇന്ന് ഞാൻ സ്കൂളൊക്കെ വിട്ട് ഭയങ്കര ക്ഷീണിതയായി വന്നിരിക്കുകയാണ്. എനിക്ക് എക്സാം ഒക്കെ തുടങ്ങുകയാണ്. മാർച്ച് 15 എക്സാം ഒക്കെ തുടങ്ങും. എത്താനായി മാർച്ച് 15. അപ്പം ഫസ്റ്റ് എക്സാം ഡാറ്റ സയൻസും കമ്പ്യൂട്ടറും, സെക്കൻഡ് മാത്സ് എപ്പോഴും ടോപ്പിൽ നിൽക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ദിയമോള് വന്നപ്പോഴേ സൈക്കിൾ എടുത്ത് ഇറങ്ങി. എന്താ വായില് ഫ്രണ്ട്സ് കുറച്ച് മെലഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെക്കൻഡിനാണ് ഒന്ന് ഒരു മുട്ടായി തിന്ന് കഴിയുമ്പോഴത്തേക്കിനും അടുത്തത് എടുക്കാണ്. എന്താ വാവയ്ക്ക് കഴിക്കാൻ എന്താ വേണ്ടേ? ഇവരെപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, ഇണക്കുരുവികളെ പോലെ. സ്ഥലമില്ലാത്തത് ഞങ്ങളിപ്പോ ഉറങ്ങി എണീറ്റ് വരികയാണ്. ഞാനും പ്രിൻസിയാലിയും. മോള് 2-3 ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു പഴംപൊരി ഉണ്ടാക്കി തരാന്. അപ്പൊ ഞാൻ പഴംപൊരിക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അവൾക്ക് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കട്ടെ. പഴം അപ്പുറത്തുണ്ട്. ഉറക്ക ഈ വെയിലടിച്ചിട്ടായിരിക്കില്ലേ, ചൂടുകൊണ്ടായിരിക്കില്ലേ കണ്ണിക്ക് ഇങ്ങനെ ഉറക്കം. അങ്ങനെ എത്ര ഉറങ്ങരുത്. ഞാനേ സീരിയൽ വെച്ച് കിടന്നു. ഞാനേ സീരിയൽ വെച്ചിട്ടുണ്ട്. സീരിയൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അതും എടുത്തോ. പഴം എടുത്തിട്ടുണ്ട്. ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോ കുറച്ചും കൂടി പഴുത്ത പഴം നല്ലത് അല്ലേ? ഇത് കറക്റ്റാ. ഇതില് ഞാൻ ഉപ്പും പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല. ഇനി ഇടണം പഞ്ചസാര മധുരത്തിന് കേട്ടോ. അതിനാവശ്യമുള്ള ഇവിടെ ആർക്കും ഷുഗർ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ പഞ്ചസാര വാരിക്കോരിയിടും. പിന്നെ ഒരു സ്വല്പം ഉപ്പ്. ഈ നാട്ടിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവര് ഈ എന്താ എള്ളൊക്കെ ഇടും. അതെ, ചില ആൾക്കാർ പറയും എള്ളില്ലാത്ത പഴംപൊരി ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. ആണോ? പക്ഷെ നമ്മളവിടെ ഒന്നും നിർബന്ധമില്ല അല്ലേ? വേണമെങ്കിൽ ഇടും. നമ്മുടെ ഇവിടെ ചായക്കടയിൽ പോലും എള്ളിടില്ല. അതേ ഇല്ല. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഏത്തപ്പഴം ഇരിക്കുന്നുണ്ട്, മാവുണ്ട്. എന്തായിരിക്കും അമ്മ ഉണ്ടാക്കാൻ പോണേ? പഴംപൊരി. യാ, കറക്റ്റ് ആൻസർ. ഇതെന്താ ഇവിടെ ഒരു മൽപ്പിടുത്തം? പുതിയ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതെ, വിശപ്പില്ലായ്മ നിങ്ങൾക്കൊരു പ്രശ്നമാണോ? അതെ, എനിക്കൊരു പ്രശ്നമാണ്. എനിക്ക് വിശപ്പില്ല ഗൈസ്, ഇപ്പൊ കുറച്ച് നാളായിട്ട്. അതുകൊണ്ട് ഞാനിന്ന് ഇത് ആയുർവേദ നമുക്ക് ശക്തിയുള്ള ആർക്കെങ്കിലും കൊടുക്കാം. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ആവശ്യത്തിലേറെ ശക്തിയുണ്ട്. ശക്തി കുറഞ്ഞോന്നൊരു സംശയം. ഇവിടുത്തെ സാധനം പൊട്ടിക്കണം. ചില ഇത് തിരിക്കുമ്പോ തന്നെ വരേണ്ടതാണ്. അതെ, എനിക്ക് ശക്തി കുറച്ച് കൂടുതലാണ്. ഇത് എത്ര കുടിക്കണ്ട? 1 ഔൺസ്. മറ്റേ സാധനം കൂടെ പോകാൻ പറ്റില്ല. അതെയാ, ഞാനിത് കുടിക്കാം. എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ അരിഷ്ടം എനിക്ക് ഇഷ്ടമാണ് ഗൈസ്. എനിക്കും
ഒരു ഔൺസ് പറയുമ്പോ സത്യം പറഞ്ഞ ഒരു കോളല്ല. നിങ്ങൾ വിചാരിക്കും പ്രമോഷനാണ്, ഞങ്ങളൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾ പാട് നോക്കിക്കോളൂ. ഇവിടെ തീയപ്പോൾ വെള്ളം കുടിക്കാനുണ്ടോ? അരിഷ്ടം കുടിക്കാനോ? അല്ല, നല്ല വിലയുണ്ട്. അതെ, ഇത്ര മതിയോ ലേസി? കുറച്ചുകൂടെ എടുക്ക്, കുറച്ച് കുറച്ചുകൂടെ എടുക്ക്. വിശപ്പ് കൂടി. ആ മതി. ഇത് കാണുന്ന അർജു, എവിടെ അരിഷ്ടം? അതെ, എവിടെ അരിഷ്ടം? എനിക്ക് വേണം. ഓ പഴം. എന്റെ ശിവനെ, ഇത് ചെയ്യില്ല. അവളുടെ വയറ്റിൽ കൂടെ ഫയർഫോഴ്സ് ഓടുന്നുണ്ട് അറിയുന്നു. എന്റെ ഏതൊക്കെയോ അവയവങ്ങളിൽ കരിഞ്ഞു. ഫ്രണ്ട്സ്, ഇത് ഞാൻ പഴം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു പഴം 4 മുറിക്കും കേട്ടോ. ചിലപ്പം 5 മുറിക്കും. ഫ്രണ്ട്സ് 6 മുറിക്കാം. 6 മുറിക്കാട്ടോ. ഞാൻ 2 ഞാൻ വെറുതെ ആണ്. 6 ഞാൻ മുറിക്കണേ. ഇപ്പൊ മനസ്സിലായില്ലേ? 6 മുറിക്കാം. അതാണെങ്കിൽ കൊറേ ഉണ്ടാവുമല്ലോ. വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ അത് പുറത്തെ പഴംപൊരിക്ക് പുറത്തത്തെ പഴംപൊരി എനിക്കറിയില്ല അവരെങ്ങനെ ഈ മാവൊക്കെ പാടെ കുത്തിത്തിരിക്കണം. പുറത്തുനിന്ന് വാങ്ങിക്കണ പഴംപൊരിക്ക് മാവ് മാത്രമേ ഉണ്ടാവുള്ളൂ, വെറും പൊരി ആയിരിക്കും. അപ്പം വീട്ടിലുണ്ടാകുന്ന പഴംപൊരിക്ക് നല്ല ടേസ്റ്റുമാണ്. പിന്നെ അതേമാതിരി തന്നെ വീട്ടിലുണ്ടാകുന്ന ചിപ്സ് ഉണ്ടല്ലോ, അതിനും നല്ല ടേസ്റ്റാ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പിന്നെ വീട്ടിലുണ്ടാക്കണതാണ് രസം. ഫ്രാൻസ് ഇത് എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കണം. ഞാൻ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് രാത്രി എനിക്ക് പഴംപൊരിയും ബീഫും. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ ആരംഭിക്കുകയാണ്. പഴംപൊരി ഉണ്ടാക്കിയത് എനിക്ക് എണ്ണക്കടികളൊന്നും ഉണ്ടാക്കാൻ ഇഷ്ടമല്ല, കാരണം എണ്ണ ഒത്തിരി ആവില്ലേ. അരിഷ്ടം കുടിച്ച് കിറങ്ങിയിരിക്കുന്ന ആളെ നമ്മള് അവര് പറയുന്നത് മാത്രമേ കുടിക്കാവൂ, കൂടുതൽ കുടിക്കരുത്. പ്രിൻസിക്ക് വിശപ്പില്ലാന്ന് പറഞ്ഞാൽ അരിഷ്ടം വാങ്ങിയാണ് ഗൈസ്. തല ഇറങ്ങി എണ്ണയിലേക്ക് വീഴുമെന്നാണ് ഇപ്പൊ സംശയം. പഴംപൊരി ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. മാവുണ്ട്, മാവില് മുക്കിയിട്ട്. അതെ, മാവില് തട്ടിയിട്ട് അപ്പുറത്തേക്ക് പറഞ്ഞോളൂ. അല്ല, മുളക് പൊടി മഞ്ഞപ്പൊടിയും കൂടി തേച്ചാ മതി. എന്നാ ഫ്രൈ ആവും. അത് ഗ്രിൽഡ്. എന്തോന്ന് നോക്കണമെങ്കിൽ നമുക്ക് കുറച്ചധികം ഒട്ടിക്കാം. അത് വന്നിട്ടില്ല, ശീലം വേണമെങ്കിൽ വരലതാ. ഞാൻ നമുക്ക് വേണ്ട, ആവശ്യമില്ല. അത് നമ്മളൊന്ന് ഇട്ട് നോക്കിയാണ് ചൂടായോ. അവസാനം ഞാൻ ഇടപെടേണ്ടി വരുന്നു തോന്നുന്നത്. ഞാൻ ഹോട്ടലുകാരെ കുറ്റം പറഞ്ഞു, പഴംപൊരിയില് പൊരി മാത്രമേ ഉള്ളൂ, പഴമില്ലാന്ന്. പക്ഷെ എന്റെ പഴംപൊരിയിൽ പഴം മാത്രമേ ഉള്ളൂ, പൊരിയില്ല. അതെന്താ അങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അപ്പസോട കൊടുത്തു വെക്കണം. ആണോ? മാവ് പക്ഷെ ചെറുതിലൊക്കെ ഉണ്ട് കേട്ടോ പൊരി. പഴം ഉണ്ടല്ലോ, അത് മതി. അതെ, അവസാനം സക്സസ് ആയിരിക്കുകയാണ് ഗൈസ്. പഴം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ട്രിപ്പാ. ഫ്രണ്ട്സ്, ഞാനൊന്ന് ഫ്രഷ് ആയി വന്നു.
അപ്പം അമ്മ അവിടെ പഴംപൊരി ഉണ്ടാക്കുകയായിരുന്നു. ഇപ്പം അമ്മ ഇവിടെ വന്ന് ക്യാമറ പിടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പം തന്നെ പഴംപൊരി വേണ്ട, പക്ഷെ ഞാൻ പഴംപൊരി തിന്നിരിക്കും. എനിക്ക് ഫസ്റ്റ് ചോറ് മതി. ഞാൻ പോയി ചോറുണ്ട്. ഞാൻ മുടി സ്റ്റൈലുണ്ട്, അമ്മ കിട്ടി തന്നു. മുകില് മാമൻ എത്തിയാണ്. മോളെ ചൂടുണ്ടാവും അതില്. വരൂ ഫ്രണ്ട്സ്, ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. മീൻകറി, മോര്, ഇരുമ്പുളി അച്ചാർ. ഞാൻ ഒരു വായ കഴിച്ചു കഴിഞ്ഞിട്ടാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. അവരിവിടെ കണ്ടോ, അവിടെ ബാക്കി പഴംപൊരി പപ്പ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് തിന്ന് കഴിഞ്ഞിട്ട് വേണം പഴംപൊരി തിന്നാൻ. തലയിൽ നോക്കിക്കൊണ്ടിരിക്കുക ദിയമ്മോളത്തെ. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ചോറൊക്കെ ഉണ്ടു. ഇനി അത് പഴംപൊരി കഴിക്കാൻ പോവാണ് ഗൈസ്. ഈ എന്റെ വായിൽ ഇപ്പോഴും മീൻകറിന്റെ എരിവുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ ചൂടും കൂടെ തിന്ന് ഞാൻ ചൂട് ചൂടടിയിലല്ലേ സെയിം ബട്ട് ഡിഫറെന്റ് പോന്നു. ഗൈസ്, നിങ്ങൾക്ക് പൂച്ച പായുന്നത് കാണണോ? ഇപ്പൊ കാണിച്ചരാ. പൂച്ച വഴി മസനഗുടി വഴി കുട്ടിയിലേക്ക് പോകുന്ന പൂച്ച. മാന്തിയത് നല്ല വേദന ഉണ്ട്. ഇനി ടീച്ചടിക്കാൻ കോഴിക്കോട് ഇങ്ങനെ വലിയ ഷോക്ക് അടിപ്പിച്ചാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആരെയാണ് വേദനിപ്പിച്ചത്, കൂടുതൽ ആർക്കാണ് വേദന പറ്റിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇത് എന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ തന്നെ സ്വന്തമായി നട്ടു വളർത്തിയ എന്റെ സ്വന്തം നഖമാണ്. അവർക്ക് നഖം വളർത്താൻ പറ്റില്ലല്ലോ. എന്താ പറ്റായിക? നിങ്ങൾ സ്കൂളിൽ പോകുമ്പോ വളർത്തിക്കൂടല്ലോ. ആ എന്റെ അവകാശം ദേവ് പഠിക്കാൻ പോകട്ടെ. ഈ പോക്ക് നേരെ പഠിക്കാനാട്ടോ പോണത്. ഏതാ പഠിക്കണേ? ഫിസിക്സ്. ഫ്രണ്ട്സ്, ഇതാ നല്ല ചൂട് പഴംപൊരി റെഡി ആയിരിക്കുകയാണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ലുക്ക് നമ്മള് കടയത്തെ മാതിരി ലുക്ക് എന്തെല്ലാം ഉണ്ടാക്കേണ്ടാവുള്ളൂ. ചെറിയ ചട്ടിയിൽ കുറച്ച് എണ്ണ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അവര് കുറെ എണ്ണയിൽ നിന്ന് മുക്കിയെടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം കട്ടൻ ചായയും പഴംപൊരിയും റെഡിയാണ്. ഇത് സാപ്പിടതൊക്കായി നമ്പറുകളെ വിളിക്കാം. നമ്പറുകൾ കഴിക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കൂ. ആണല്ലേ? ഇതെല്ലാം പഴംപൊരി പല പല മോഡലാണ്. എല്ലാം ഓരോന്ന് കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. ചായ ക്ലാസ്സിലൊക്കെ ഒഴിച്ചു വെച്ചിട്ട് പക്ഷെ പഞ്ചസാര ദിയമോളുടെ ഫേവറേറ്റ് ഐറ്റം ആണ് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. പഴം കൊണ്ട് പൊരിയുണ്ടല്ലേ? സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിന്റെ മധുരം നോക്കിയത് അപ്പൊ അതിന് മധുരമില്ല. അപ്പൊ ഞാനത് ചേട്ടായിക്കാന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. അപ്പൊ ഇവരത് കുടിച്ചപ്പോ ചേട്ടായിക്ക് മധുരം വേണം, അതുകൊണ്ട് ഫസ്റ്റ് ഇട്ടില്ല. അല്ല, അതല്ല, ഞാൻ മധുരമില്ലാത്ത ഒരു മുറുക്ക് കുടിച്ചു. ഞാൻ വിചാരിച്ചെങ്കിപ്പം അതിന്
പ്രശ്നമാക്കണ്ട വെച്ചിട്ട് ഞാൻ എന്റെ മധുരമുള്ളവന് കൊടുത്തിട്ട് തിരിച്ചെടുത്തു. അപ്പോഴാണ് അറിഞ്ഞത് ഇതാണ്. അതിൽ ഞാൻ വീണ്ടും കിട്ടാൻ റിസ്ക് എടുക്കണ്ട. ഫ്രണ്ട്സ്, അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഫിസിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ റിവിഷൻ ഉണ്ട് 2 ചാപ്റ്റർ. അപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഫസ്റ്റ് എക്സാം എന്താണ്? അതല്ല. എന്താ? കമ്പ്യൂട്ടർ ആണ്. പിന്നെ അതല്ല എനിക്ക് പറയാനുള്ളത്. ആ പറഞ്ഞു. എന്തോ കോളേജ് എടുത്തു വെച്ചിട്ടുണ്ട് തരുന്നില്ല. പർപ്പിൾ. ദൈവമേ, അതെന്റേതാണ്. അതെന്താണ്? അപ്പൊ ഇത്രയും ദിവസമൊക്കെ പറയാനില്ലായിരുന്നു ഇത് പർപ്പിൾ ബുക്ക് വേണമെന്ന്. ഇപ്പൊ എന്തോള് പറയണെന്താ? അത് എന്റെ ബുക്കാണ്, ഞാൻ തരൂല. ഞാൻ പഠിക്കൂല. പഠിക്കണ്ട, നീ തോറ്റു പോകും. ചേച്ചിനോടല്ലേ ഞാൻ പറഞ്ഞത്. അവിടെ പറഞ്ഞ അവിടെ കേക്കാം. അത് മാത്രം ചോദിച്ചിട്ടുമില്ല. കേൾക്കൂല, ഞാനും പറഞ്ഞിട്ടില്ല. ഞാൻ പഠിക്കാൻ പോവാണ്. അമ്മ പോയിക്കൊന്ന. അമ്മ പോയിക്കൊന്ന. എന്താണ്? പഠിച്ചോളൂ. അമ്മ പോയിക്കൊന്ന. ഗൈസ്, നിക്കിന് നമ്മുടെ സൈക്കിളിന്റെ മേലെടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചത്. നിക്കുമ്പോൾ സൈക്കിളിൽ കേറിയോ? പപ്പ ഇതാ ചെടി നനച്ചോണ്ടിരിക്കുന്നു. നേരെ ഇട്ടാൽ അറിഞ്ഞില്ല. നല്ല വേനലല്ലേ, പെട്ടെന്ന് ചെടിയൊക്കെ വാടി. അതെ അതെ. രാവിലെ നനച്ചത് ഞാൻ കുറ്റം പറഞ്ഞു. 2 നേരം ചെടിയൊക്കെ നനയ്ക്കണം, അല്ലെങ്കിൽ ചെടിയൊക്കെ വാടി. വേനൽക്കാലത്ത് നനയ്ക്കണം. നനയാൻ വേണ്ടിട്ട് നോക്കിട്ട് ചൂടെടുക്കണ്ടോ? അതെ, ആ ചെടിയിൽ നനച്ചല്ലേ? ചെടി നനച്ചല്ലേ? എനിക്ക് തോന്നണേ, എനിക്ക് വയറിനാ തോന്നുന്നു തണുപ്പ് വേണ്ടത്. ആ അതാണ് നമ്മള്. ആകെ നനഞ്ഞോ? ആകെ നനഞ്ഞു. ഇവരെ നെയിൽ പോളിഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. ദേവും കഴിഞ്ഞു. Just looking like a wow. So beautiful, so elegant, just looking. പാവന്റെ മോൾ അവിടെ ഇരുന്ന് എഴുതി. Wow. കുഞ്ഞിനെ ഇട്ടേരട്ടെ, ടെക്സ്റ്റ് ഇട്ടേരട്ടെ അമ്മ. എഴുതി കഴിഞ്ഞോ? Saivo. ഇതൊക്കെ ചെയ്തെന്നാ So beautiful, so elegant. ഇതിങ്ങനെ കട്ട് ചെയ്യാം. അതുകൊണ്ട് അമ്മമാർ കിട്ടിയില്ല. ആ സിജോ പാപ്പ വന്നപ്പോ കൊണ്ടുവന്നതാണ് ദേവുവിന് ഈ ഡ്രസ്സ്. തിരിഞ്ഞ് ജീൻസിന്റെ ഷോർട്സിന്റെ ഒക്കെ കൂടെ ഇടാം അല്ലേ? ആദ്യമോൻ വന്നു, അഭിമാമൻ വന്നിരിക്കുന്നു, മാമി അവിടെ ഉണ്ട്. നാടകം ഇന്ന് അതാണ് ബ്ലൗസ് തിരിച്ചത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതെനിക്കാണോ? ഫ്രണ്ട്സ്, ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞു. 10:15 സമയം കിടക്കാൻ പോവാണ്. ഇങ്ങോട്ട് നോക്കി പറയേ. ഞാനേ ടീച്ചറും കുട്ടികളും എഴുതണം. അപ്പം പരീക്ഷ എന്നിട്ട് കളക്ട് ചെയ്യണം നമുക്ക്. ഫ്രണ്ട്സ്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ പോയി കിടക്കണം. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്. മറ്റന്നാൾ മുതൽ ഞായറാഴ്ച വരെ സ്കൂളില്ല. മറ്റന്നാൾ എന്തോ ബോർഡ് എക്സാമിൻ്റെ ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ ശിവരാത്രി, പിന്നെ സാറ്റർഡേ സൺഡേ ഇല്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തെ എല്ലാവർക്കും ബൈ ബൈ.